മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അസ്വസ്ഥതകൾക്കും നിഴൽ യുദ്ധങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക നേരിട്ട് ഇറാനിയൻ മണ്ണിൽ ആഞ്ഞടിച്ചിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ കരുത്തനായ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം ഞായറാഴ്ച നടന്ന അതിശക്തമായ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി US സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലോക ചരിത്രത്തെയും ഭൗമരാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഈ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവനകൾ പ്രകാരം ഇറാനിയൻ സൈന്യത്തിന്റെ നട്ടലായി കണക്കാക്കപ്പെട്ടിരുന്ന IRGCക്ക് ഇനി ഒരു ആസ്ഥാനം പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ സൈനിക ശക്തി അമേരിക്കയാണെന്നും IRGCക്ക് ഇനി ആസ്ഥാനമില്ല എന്നും സെൻട്രൽ കമാൻഡും വ്യക്തമാക്കി. കഴിഞ്ഞ 47 വർഷമായി അമേരിക്കൻ താൽപര്യങ്ങൾക്കും പൗരന്മാർക്കും നേരെ ഇറാൻ നടത്തിവന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടി വിശേഷിപ്പിക്കപ്പെടുന്നത്. 1000-ലധികം അമേരിക്കക്കാരെ കൊലപ്പെടുത്തിയ ചരിത്രമാണ് IRGCക്ക് ഉള്ളതെന്നും US ആരോപിക്കുന്നു. പാമ്പിന്റെ തലയർത്തു എന്ന അതിശക്തമായ ഭാഷയിലാണ് അമേരിക്ക ഈ നീക്കത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളിലൂടെ പതിറ്റാണ്ടുകളായി ഇറാൻ ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ നേരിട്ടുള്ള ഉത്തരവനുസരിച്ചാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഈ ദൗത്യത്തിനായി അമേരിക്ക ഉപയോഗിച്ച ആയുധങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് ശത്രുരാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി കണക്കാക്കാം. റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. കേവലം ഒരു കെട്ടിടം തകർക്കുക എന്നതിലുപരി ഇറാൻ സൈന്യത്തിന്റെ പ്രധാന ആസ്ഥാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വാർത്താവിനിമയ ശൃംഖലകൾ എന്നിവയെല്ലാം 24 മണിക്കൂറിനുള്ളിൽ ലക്ഷ്യം വെച്ചു. തുളച്ചു കയറാൻ ശേഷിയുള്ള ബോംബുകളും ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഭൂമിക്കടിയിൽ നിർമ്മിച്ച കേന്ദ്രങ്ങളെ പോലും തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധമാണ് നിലവിലെ സംഘർഷങ്ങളെ ആളിക്കത്തിച്ചത്. ഇതിന് പ്രതികാരമായി ഇറാൻ പിന്തുണയുള്ള ലെബനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും രംഗത്തെത്തി. ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഹിസ്ബുള്ള ഇസ്രയേൽ മണ്ണിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചുകൊണ്ട് പോരാട്ടം ആരംഭിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വടക്കൻ ഇസ്രയേലിലെ ഹൈഫയ്ക്ക് സമീപമുള്ള സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. ലെബനിലെ തങ്ങളുടെ യുവാക്കളെയും ജനങ്ങളെയും കൊലപ്പെടുത്തുന്ന ഇസ്രയേൽ അധിനിവേശത്തിന് കൃത്യമായി മറുപടി നൽകാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇസ്രയേൽ സൈന്യം ഈ ആക്രമണങ്ങളെ നേരിട്ടെങ്കിലും പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും പ്രതികരിച്ചു. ലെബനിലെ ബിക്ക താഴ്വരയുടെ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും അവരുടെ നേതാക്കളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നീങ്ങുന്നതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഈ പരമ്പരയ ആക്രമണങ്ങളെ തുടർന്ന് ലെബനനിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നു. മേഖലയിലെ ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ലെബനൻ പ്രധാനമന്ത്രി ഹിസ്ബുള്ളയുടെ നീക്കങ്ങളെ ശക്തമായി അപലപിച്ചു. രാജ്യത്തെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തിയാണ് ഹിസ്ബുള്ളയുടേതെന്ന് അദ്ദേഹം എക്സിലൂടെ പറഞ്ഞു. ഇസ്രയേലിനെ ലെബനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള തന്നെ അവസരം ഒരുക്കി കൊടുക്കുകയാണെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. ഒരു വശത്ത് സൈനിക പോരാട്ടം നടക്കുമ്പോൾ മറുവശത്ത് ലെബനനകത്ത് രാഷ്ട്രീയമായ ഭിന്നതകളും രൂക്ഷമാവുകയാണ്. ഈ യുദ്ധം കേവലം ഇറാനിലും ഇസ്രയേലും ഒതുങ്ങി നിൽക്കില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. പേർഷ്യൻ ഗൾഫിലെ സംഘർഷം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകും. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ പ്രതിസന്ധിയിലാകും. അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ റഷ്യയും ചൈനയും എങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള ഈ രാജ്യങ്ങൾ US-നെതിരെ സ്വീകരിക്കുന്ന നിലപാട് ലോക സമാധാനത്തെയും ബാധിക്കും. ഹിസ്ബുള്ളയ്ക്ക് പുറമെ യമനിലെ ഹൂതികളും ഇറാഖിലെ സായുധ സംഘങ്ങളും ഇസ്രയേലിനെതിരെ നീങ്ങിയാൽ അതൊരു ബഹുമുഖ യുദ്ധത്തിന് വഴിതെളിക്കും. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന തീവ്രമായ നിലപാടുകൾ ഇറാനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണ്. ഭീഷണികൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന സന്ദേശം ഈ ആക്രമണത്തിലൂടെ വ്യക്തമാണ്. എന്നാൽ ഇത് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കുമോ എന്ന പേടി പല യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്. IRGC തകർന്നാലും അവരുടെ കീഴിലുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് സുരക്ഷാ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആസ്ഥാനത്തിന്റെ തകർച്ചയും ഖമേനിയുടെ വധവും മിഡിൽ ഈസ്റ്റിലെ പഴയ സമവാക്യങ്ങളെല്ലാം മാറ്റി എഴുതിയിരിക്കുന്നു. അമേരിക്കയുടെ സൈനിക കരുത്തും ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള കഴിവും ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യം കൂടിച്ചേരുമ്പോൾ ഒരു വലിയ മനുഷ്യക്കുരുതിയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. സമാധാന ശ്രമങ്ങൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ വരുന്ന ദിവസങ്ങൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ആയുധങ്ങളുടെ ഭാഷയല്ല, മറിച്ച് നയതന്ത്രത്തിന്റെ പാതയാണ് ലോകത്തിന് ആവശ്യമെങ്കിലും നിലവിൽ ബോംബുകൾക്കും മിസൈലുകൾക്കുമാണ് അവിടെ മുൻഗണന.